ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ മെയ് 22 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ ഒരു ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത് മെയ് 22-നാണ്. ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി മെയ് 22 നോട്ട് ചെയ്യുക. 2020 ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ തീം എന്താണ്? അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ എന്നുള്ളതാണ് 2020 ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ തീം. അടുത്ത ക്വസ്റ്റ്യൻ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ന്യൂട്രി ബാറുകളുടെ പേരാണ് തേനമൃത്. അപ്പോൾ തേനമൃത് ന്യൂട്രി ബാറുകളാണ്. എന്താണ് ഈ ന്യൂട്രി ബാറുകളുടെ ഉദ്ദേശം? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പോഷകക്കുറവ് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇത് വികസിപ്പിച്ചെടുത്തത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും കേരള കാർഷിക സർവകലാശാലയും ചേർന്നാണെന്നും കൂടെ നോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ കേരള വനിതാ ശിശു വികസന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ഇതേ മന്ത്രി തന്നെയാണ്. ആരാണ്? കെ ശൈലജ ടീച്ചറാണ് ഇപ്പോഴത്തെ വനിതാ ശിശു വികസന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി എന്നും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ചെയർമാൻ ഓഫ് WHO എക്സിക്യൂട്ടീവ് ബോർഡ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് പുതിയ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലോക ആരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ ഹർഷ് വർദ്ധനാണ്. നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയാണ്. അതുകൂടാതെ തന്നെ ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, എർത്ത് സയൻസസ് എന്നീ പോർട്ട്ഫോളിയോയും കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ഹർഷ് വർദ്ധൻ തന്നെയാണ്. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക, ഫാമിലി ആൻഡ് ഹെൽത്ത്, പിന്നെ എർത്ത് സയൻസസ് എന്നീ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഡോക്ടർ ഹർഷ് വർദ്ധൻ തന്നെയാണെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഓതർഡ് ദ ബുക്ക് ടൈറ്റിൽഡ് ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ്, ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ്? ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ്, ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ് എന്നത് റസ്കിൻ ബോണ്ടിൻ്റെ പുതിയ കൃതിയാണ്. അപ്പോൾ റസ്കിൻ ബോണ്ടിൻ്റെ പുതിയ കൃതിയുടെ പേര് ശ്രദ്ധിക്കുക, ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ്, ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ്. ഈ റസ്കിൻ ബോണ്ടിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ടെറ, എ ഫ്ലൈറ്റ് ഓഫ് പീജൻസ്, ദി ബ്ലൂ അംബ്രല്ല എന്നിവ റസ്കിൻ ബോണ്ടിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇന്ത്യൻ എക്കണമിസ്റ്റ് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദി വേൾഡ് ബാങ്ക് ടു എ കീ പൊസിഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ സൗത്ത് ഏഷ്യ. ദക്ഷിണേഷ്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ദുരന്ത നിവാരണത്തെക്കുറിച്ചുമൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ലോക ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം അഭാസ് ജ. അപ്പോൾ ദക്ഷിണേഷ്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ദുരന്ത നിവാരണത്തെക്കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ലോക ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്ത ഇന്ത്യൻ എക്കണമിസ്റ്റാണ് അഭാസ് ജ. അടുത്ത ക്വസ്റ്റ്യൻ, ദ Indian Council of Medical Research ICMR has announced that it is to replace hydroxychloroquine with a T to improve immunity and possibly reduce viral replication in the revised protocol. Identify the T variety. അതായത് ICMR പുതിയതായിട്ട് പുറത്തിറക്കിയ റിവൈസ്ഡ് പ്രോട്ടോക്കോളിൽ ഹൈഡ്രോക്സിക്ലോറോക്വിനും അതുപോലെ തന്നെ HIV ഡ്രഗ്സൊക്കെ ഈ COVID-19 പേഷ്യൻസിന് നൽകുന്നുണ്ടായിരുന്നു. അതിന് പകരം ഈ ICMR ഇറക്കിയ പുതിയ പ്രോട്ടോക്കോളിൽ ഒരിനം ചായ, ഒരു ടീ വെറൈറ്റിയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഹൈഡ്രോക്സിക്ലോറോക്വിനെ വരെ റീപ്ലേസ് ചെയ്യാൻ കഴിവുള്ള ഈ COVID-19 ട്രീറ്റ്മെൻറ്റിന് ഹൈഡ്രോക്സിക്ലോറോക്വിനെ വരെ മാറ്റം ചെയ്യാൻ കഴിവുള്ള ടീ വെറൈറ്റിയാണ് കാംഗ്ര ടീ ആണ്. ഈ ഹൈഡ്രോക്സിക്ലോറോക്വിനെയും അതുപോലെ തന്നെ HIV ഡ്രഗ്സിനെയും ഒക്കെ റീപ്ലേസ് ചെയ്ത് COVID-19 ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയിൽ ICMR നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര താഴ്വരയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടീ ആണ് കാംഗ്ര ടീ. അപ്പോൾ കാംഗ്ര എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഒരു ജില്ലയാണ് കാംഗ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ DGP ആർ ശ്രീലേഖയാണ്. കേരളത്തിലെ ആദ്യ വനിതാ DGP ആർ ശ്രീലേഖ. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വാസ് മേത്തയാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി. വിശ്വാസ് മേത്ത കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് എന്ന്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ് 2020.
ആചരിച്ചത് മെയ് 29-നാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സാണ് മെയ് 29-ന് ആചരിക്കുന്നത്. അതായത് UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനം. അപ്പോൾ 2020 ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ് ഡേയുടെ തീം എന്താണ്? വിമൻ ഇൻ പീസ് കീപ്പിംഗ് എ കീ ടു പീസ് എന്നുള്ളതാണ്. വിമൻ ഇൻ പീസ് കീപ്പിംഗ് എ കീ ടു പീസ് എന്നുള്ളതാണ് 2020 UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തിൻ്റെ തീം എന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ പേര്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ പേര് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് മാറ്റി പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് എന്ന് മാറ്റി എന്ന് മാത്രം. അപ്പോൾ CIPET എന്ന് തന്നെയാണ് ചുരുക്കരൂപം. അപ്പോൾ പുതിയ പേരാണെങ്കിലും പഴയ പേരാണെങ്കിലും CIPET എന്ന് തന്നെയാണ് ചുരുക്കരൂപം. അപ്പം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ പേര് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫേസ്ബുക്ക് ആരംഭിച്ച പുതിയ ഓഡിയോ കോളിംഗ് ആപ്പിൻ്റെ പേരെന്താണ്? ഫേസ്ബുക്കിൻ്റെ പുതിയ കോളിംഗ് ആപ്പിൻ്റെ പേര് ക്യാച്ചപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ക്യാച്ചപ്പ് എന്ന കോളിംഗ് ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിൻ്റെ ആണെന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ. ഐക്യരാഷ്ട്ര സംഘടനയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ, യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ മേജർ സുമൻ ഗവാനി ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച കരസേന ഉദ്യോഗസ്ഥ മേജർ സുമൻ ഗവാനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഓൺലൈൻ വിതരണത്തിനായുള്ള ബെവ്ക്യൂ ആപ്പ് രൂപകൽപ്പന ചെയ്ത കമ്പനി. അപ്പോൾ ബെവ്ക്യൂ ആപ്പിൻ്റെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഡെവലപ്പ് ചെയ്തെടുത്ത കമ്പനിയുടെ പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഫെയർകോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബെവ്ക്യൂ ആപ്പ് രൂപകൽപ്പന ചെയ്തതെന്നും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് മാർക്കോസ് പ്രാഡോ ത്രൊയ്ജോ. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ദയവായി ക്ഷമിക്കണം. മാർക്കോസ് ത്രൊയ്ജോ എന്ന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. മാർക്കോസ് ത്രൊയ്ജോ ആണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റ്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഷങ്കായ്, ചൈനയിലെ ഷങ്കായിലാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു ബാങ്കാണല്ലേ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡെവലപ്പ് ചെയ്തെടുത്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. 5 രാജ്യങ്ങൾ. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കാണ്, ബ്രിക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആസ്ഥാനം ഷങ്കായിലാണ്. ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മാർക്കോസ് ട്രോയ്ജോ എന്നും നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി വാസസ്ഥലമില്ലാത്തവരെയും സംരക്ഷിക്കാൻ മറ്റാരും തയ്യാറാകാത്തവരുമായ ജയിൽ മോചിതരായ വ്യക്തികളെ താമസിപ്പിക്കുന്നതിനായി സാമൂഹികനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലിടം. ഇപ്പോൾ ജയിൽ മോചിതരായവരെ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുടുംബങ്ങളൊന്നും തയ്യാറായെന്ന് വരില്ല. അതുപോലെ തന്നെ ചിലർക്കൊന്നും സ്വന്തമായിട്ട് വീടും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തണലിടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തണലിടം പ്രൊബേഷൻ ഹോം പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ വാളകത്താണെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കൊല്ലം ജില്ലയിലെ വാളകത്താണ് ആദ്യ തണലിടം പ്രൊബേഷൻ ഹോം പ്രവർത്തനം ആരംഭിച്ചതെന്നും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നീറ്റ് എൻട്രൻസ് പരീക്ഷകൾക്കായുള്ള മോക്ക് ടെസ്റ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് നാഷണൽ ടെസ്റ്റ് അഭ്യാസ് എന്നത്. നാഷണൽ ടെസ്റ്റ് അഭ്യാസ് നീറ്റ് അതുപോലത്തെ എൻട്രൻസ് പരീക്ഷകൾക്കായിട്ടുള്ള മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് നാഷണൽ ടെസ്റ്റ് അഭ്യാസ്. അടുത്ത ചോദ്യം, കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസി കേരളീയരെ സഹായിക്കാനായിട്ട് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വഴി 1 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന പദ്ധതിയാണ് ജീവനം. അപ്പോൾ ജീവനം KSFEയുടെ പദ്ധതിയാണ്. ജീവനം സൗഹൃദ പാക്കേജ് എന്നാണ് ഇതറിയപ്പെടുക. അപ്പോൾ കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് 1 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ് എന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വച്ഛ് ഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായി മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ 5 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി പദവി ലഭിച്ച നഗരങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ സ്വച്ഛ് ഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് മികച്ച രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കിയതിന് കേന്ദ്ര സർക്കാർ 5 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി എന്ന പദവി
നഗരങ്ങളാണ്. ഒന്ന് അംബികാപൂർ, ഛത്തീസ്ഗഡിലെ അംബികാപൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ, ഗുജറാത്തിലെ രാജ്കോട്ടും സൂറത്തും, കർണാടകയിലെ മൈസൂർ, മഹാരാഷ്ട്രയിലെ നവി മുംബൈ എന്നീ നഗരങ്ങൾക്കാണ് ഇപ്പോൾ 5 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി പദവി ലഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ അംബികാപൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ, ഗുജറാത്തിലെ രാജ്കോട്ടും സൂറത്തും, കർണാടകയിലെ മൈസൂർ, മഹാരാഷ്ട്രയിലെ നവി മുംബൈ. അപ്പോൾ കർണാടകയിലെ മൈസൂരാണ് ഈ 5 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി പദവി ലഭിച്ച ദക്ഷിണ ഇന്ത്യൻ നഗരം എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു നഗരത്തിന് മാത്രമാണ് ഈ ഒരു 5 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി പദവി ലഭിച്ചിരിക്കുന്നത്. അത് മൈസൂരിനാണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പുതിയ മിസൈൽ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? മിസൈൽ പാർക്കാണ്. ഇന്ത്യയിലെ പുതിയ മിസൈൽ പാർക്ക് നിലവിൽ വരുന്നത് INS കലിംഗയിലാണ്. വിശാഖപട്ടണത്തുള്ള INS കലിംഗയിലാണ് അഗ്നിപ്രസ്ഥ എന്ന പേരിൽ ഒരു മിസൈൽ പാർക്ക് നിലവിൽ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അഗ്നിപ്രസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, കുഫോസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഇഷിത റോയ് ആണ്. കൊഫോസിൻ്റെ ആസ്ഥാനം പനങ്ങാടാണ്. പനങ്ങാടാണ് കൊഫോസിൻ്റെ ആസ്ഥാനം. കൊഫോസിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഇഷിത റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കൂടെയുണ്ട് അങ്കണവാടികൾ. അപ്പോൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഗർഭിണികൾക്കുമൊക്കെ മാനസിക പിന്തുണ നൽകാൻ അങ്കണവാടികൾ നടത്തുന്ന ഒരു പരിപാടിയാണ് കൂടെയുണ്ട് അങ്കണവാടികൾ. ഇതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണെന്നും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും നൂതനമായ ഓസ്ട്രിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉത്തരാഖണ്ഡിൽ നിർമ്മിച്ച തുരങ്കമാണ് ചമ്പ ടണൽ. ചമ്പ ടണൽ ഉത്തരാഖണ്ഡിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ചതാണ്. നൂതനമായ ഓസ്ട്രിയൻ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചാർധാം ഹൈവേ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ചമ്പ തുരങ്കമെന്നും ശ്രദ്ധിക്കുക. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ ഹർപാൽ സിംഗുമാണെന്ന് നോട്ട് ചെയ്യുക. ലഫ്റ്റനൻറ്റ് ജനറൽ ഹർപാൽ സിംഗ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉത്തരാഖണ്ഡിൽ നിർമ്മിച്ച പുതിയ ടണലിൻ്റെ പേരാണ് ചമ്പ എന്നും നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയാവുന്ന ആദ്യ വനിത സോഫി തോമസ്. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയാവുന്ന ആദ്യ വനിത സോഫി തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ, നാസ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ ടെലസ്കോപ്പിൻ്റെ പുതിയ പേര്. അപ്പോൾ നാസയുടെ പുതിയ വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ ടെലസ്കോപ്പിൻ്റെ പുതിയ പേര് നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് എന്നാണ്. നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് അഥവാ റോമൻ സ്പേസ് ടെലസ്കോപ്പ്. അപ്പോൾ റോമൻ സ്പേസ് ടെലസ്കോപ്പ് അഥവാ നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് എന്നതാണ് വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ ടെലസ്കോപ്പിൻ്റെ പുതിയ പേര്. ആരാണ് നാൻസി ഗ്രേസ് റോമൻ? ഹബിൾ ടെലസ്കോപ്പിൻ്റെ അമ്മ എന്നാണ് നാൻസി ഗ്രേസ് റോമൻ അറിയപ്പെടുന്നത്. മദർ ഓഫ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്നറിയപ്പെടുന്ന നാൻസി ഗ്രേസ് റോമനോടുള്ള ആദരസൂചകമായിട്ടാണ് നാസ വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ ടെലസ്കോപ്പിന് നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലസ്കോപ്പ് എന്ന പേര് നൽകിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ ശാലിയ അഥവാ ചാലിയ വിഭാഗത്തോടൊപ്പം OBC ലിസ്റ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ജനവിഭാഗം പത്മശാലി. പത്മശാലി എന്ന ജനവിഭാഗത്തെയാണ് ഇപ്പോൾ പുതിയതായിട്ട് OBC ലിസ്റ്റിൽ കേരള സർക്കാർ ഉൾപ്പെടുത്തിയത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് നെയ്ത്ത് തൊഴിൽ ചെയ്തു വരുന്ന ഒരു ജനവിഭാഗമാണ് പത്മശാലി എന്ന് പറയുന്നത്. പത്മശാലി എന്ന ഈ ജനവിഭാഗം പ്രധാനമായിട്ടും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം എന്നീ താലൂക്കുകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇപ്പോൾ പുതിയതായി കേരള സർക്കാർ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ജനവിഭാഗം പത്മശാലി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം താലൂക്കുകളിൽ കാണപ്പെടുന്ന ഒരു ജനവിഭാഗമാണെന്നും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19-നെതിരെ പോരാടുന്ന മികച്ച 10 ആഗോള സംരംഭങ്ങളിൽ ഒന്നായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള സംരംഭം ഏത്? മികച്ച 10 ആഗോള സംരംഭങ്ങളിൽ ഒന്നായിട്ട് യുണൈറ്റഡ് നേഷൻസ് തിരഞ്ഞെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് മണിപ്പൂരിലെ ഗുഡോൾ എന്ന ഒരു സംരംഭമാണ്. മണിപ്പൂരിലെ ഗുഡോളാണ്
ഈ COVID-19 പോരാടുന്ന മികച്ച 10 ആഗോള സംരംഭങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് മണിപ്പൂരിലെ ഗുഡോളാണ്. ഗുഡോൾ എന്ന ഈ ഒരു സംരംഭം നടത്തുന്നത് യാ ആൾ എന്ന ഒരു NGO ആണ്. ഓക്കെ, ഈ യാ ആൾ എന്നൊരു NGO നടത്തുന്ന ഒരു സംരംഭമാണ് ഗുഡോൾ എന്ന് പറയുന്നത്. ഗുഡോൾ എന്ന സംരംഭം കൊണ്ട് യാ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? LGBTQ സൊസൈറ്റി, അതുപോലെ തന്നെ ദിവസവും കൂലിത്തൊഴിൽ ചെയ്യുന്നവർ, എയ്ഡ്സ് ബാധിച്ച ആളുകൾ, അതായത് പൊതുസമൂഹത്തിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടം ജനവിഭാഗം, അവർക്ക് ഭക്ഷണം, ആവശ്യ വസ്തുക്കൾ, ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു സംരംഭമാണ് ഗുഡോൾ എന്ന് പറയുന്നത്. അപ്പോൾ മണിപ്പൂരിലാണ് ഗുഡോൾ. മണിപ്പൂരിലെ യാ ആൾ എന്ന NGO ആണ് ഈ ഒരു സംരംഭം നടത്തുന്നത്. അപ്പോൾ ഈ ഗുഡോളാണ് മികച്ച 10 ആഗോള സംരംഭങ്ങളിൽ ഒന്നായിട്ട് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തതെന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കായിക മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനായി കായിക മേഖലയെ വ്യാവസായിക പദവി നൽകിയ ഇന്ത്യൻ സ്ഥാനം. കായിക മേഖലയ്ക്ക് വ്യാവസായിക പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കായിക മേഖലയ്ക്ക് വ്യാവസായിക പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാളാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സൊറാം താങ്ങയാണ്. മലയാളിയായ PS ശ്രീധരൻ പിള്ളയാണ് മിസോറാമിൻ്റെ ഗവർണർ എന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ ഐസ്വാൾ, ചീഫ് മിനിസ്റ്റർ സൊറാം താങ്ങ, ഇപ്പോഴത്തെ ഗവർണർ PS ശ്രീധരൻ പിള്ള. അടുത്ത ചോദ്യം, ലോകബാങ്കിൻ്റെ പുതിയ മുഖ്യ സാമ്പത്തിക വിദഗ്ധ ആരാണ്? ലോകബാങ്കിൻ്റെ പുതിയ ചീഫ് എക്കണോമിസ്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് കാർമെൻ റെയിൻഹാർട്ട് ആണെന്ന് നോട്ട് ചെയ്യുക. കാർമെൻ റെയിൻഹാർട്ട് ആണ് ലോകബാങ്കിൻ്റെ പുതിയ ചീഫ് എക്കണോമിസ്റ്റ് അഥവാ മുഖ്യ സാമ്പത്തിക വിദഗ്ധ കാർമെൻ റെയിൻഹാർട്ട്. വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC US-ലാണ് വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡേവിഡ് മൽപാസ് ആണ്. അൻഷുല കാന്താണ് MD ആൻഡ് CFO. MD ആയിട്ടും CFO എന്ന പൊസിഷനും കൈകാര്യം ചെയ്യുന്നത് അൻഷുല കാന്താണ്. പുതിയ സാമ്പത്തിക വിദഗ്ധ, മുഖ്യ സാമ്പത്തിക വിദഗ്ധ ആരാണ്? കാർമെൻ റെയിൻഹാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ എന്ന പേരിൽ സൈനിക യുദ്ധ ഗെയിംസ് സെൻറ്റർ സ്ഥാപിക്കുന്നത് എവിടെ എന്നുള്ളതാണ്. ഇന്ത്യ എന്ന പേരിൽ ഒരു സൈനിക യുദ്ധ ഗെയിംസ് സെൻറ്റർ ആരംഭിക്കുന്നത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടൻ പ്രസിഡന്റ് യോവേരി മുസുവേനി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യ എന്ന പേരിൽ തന്നെ ഒരു സൈനിക യുദ്ധ ഗെയിംസ് സെൻറ്റർ ഇന്ത്യ ആരംഭിച്ചത് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടൻ പ്രസിഡന്റ് യോവേരി മുസുവേനി എന്നും നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളതലത്തിൽ സൗരോർജ്ജം പങ്കുവെക്കുക എന്ന ആശയത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നത്. അപ്പോൾ വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്ന പദ്ധതി നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ സൗരോർജ്ജം അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഉദ്ദേശം. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് ഈ ഒരു പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ്, ആഗോളതലത്തിൽ സൗരോർജ്ജം പങ്കുവെക്കുക എന്ന ആശയത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. കാലാപാനി ഈസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കത്തിലിരിക്കുന്നൊരു സ്ഥലമാണ് കാലാപാനി എന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേൾഡ് ബി ഡേ, ലോക തേനീച്ച ദിനം ആചരിക്കുന്നത് മെയ് 20-ാം തീയതിയാണ്. 2020 ലോക തേനീച്ച ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ബി എൻഗേജ്ഡ് എന്നുള്ളതായിരുന്നു വേൾഡ് ബി ഡേ 2020 തീം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ചൈനീസും റഷ്യനുമാണ് ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വേർഡ് വനീർ ആയിരുന്നു. വനീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡിസെപ്റ്റീവ്ലി അട്രാക്റ്റീവ് എക്സ്റ്റേണൽ അപ്പിയറൻസ്, അതായത് പുറം പൂച്ച് എന്ന് പറയും നമ്മൾ, അല്ലേ? അതായത് യഥാർത്ഥമായൊരു സ്വഭാവത്തെ മറച്ചു വയ്ക്കുന്ന ഒരു പെരുമാറ്റം, അതാണ് വനീർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മറ ഉള്ള ഒരു സ്വഭാവത്തിന് നമുക്ക് വനീർ എന്ന് പറയാം. ഡിസെപ്റ്റീവ്ലി അട്രാക്റ്റീവ് എക്സ്റ്റേണൽ അപ്പിയറൻസ്. അടുത്തത് ഇൻ്റർമിറ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇറഗുലർ, സ്പൊറാഡിക് എന്നുള്ളതാണ് ഇൻ്റർമിറ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഇടവിട്ടുണ്ടാകുന്ന, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന എന്നൊക്കെയുള്ളതാണ് ഇൻ്റർമിറ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. INTER, ഇൻ്റർമിറ്റൻറ്റ്, MITTENT, ഇൻ്റർമിറ്റൻറ്റ്, ഇടവിട്ടുണ്ടാകുന്ന, ഇറഗുലറായിട്ടുള്ള, സ്പൊറാഡിക് എന്നൊക്കെയുള്ളതാണ് ഇൻ്റർമിറ്റൻറ്റിൻ്റെ അർത്ഥം. അടുത്ത വേർഡ് സ്റ്റാൻഡ് ഓഫ്.
സ്റ്റാൻഡ് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ, എ ഡെഡ് ലോക്ക് ബിറ്റ്വീൻ ടു ഈക്വലി മാച്ച്ഡ് ഒപ്പോണൻറ്റ്സ് ഇൻ എ ഡിസ്പ്യൂട്ട് ഓർ കോൺഫ്ലിക്റ്റ്. അതായത് തുല്യ ശക്തികളായിട്ടുള്ള രണ്ട് ഒപ്പോണൻറ്റ്സ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ എത്തുന്ന ഒരു ഡെഡ് ലോക്ക്, ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതിന് മുൻപുള്ള ഒരു അവസ്ഥ, അതാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരിപൂർണ പരാജയമാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ, പരിഹാരം കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ. വെൻ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു ഈക്വലി മാച്ച്ഡ് ഒപ്പോണൻറ്റ്സ് ഇൻ എ ഡിസ്പ്യൂട്ട് ഓർ കോൺഫ്ലിക്റ്റ്. ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൽക്കട്ട ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇദ്ദേഹം ഒരു മലയാളിയാണെന്നൊരു സൂചനയും കൂടെ തരികയാണ്. അപ്പോൾ കൊൽക്കട്ട ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, മലയാളിയായ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ പേഴ്സൺ ഹു ഹാസ് ബിക്കം വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ അത്ലീറ്റ് ആസ് പെർ ഫോബ്സ്. ഫോബ്സ് പുറത്തിറക്കിയ പുതിയ പട്ടിക പ്രകാരം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരം ആരാണ്? ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരം ആരാണെന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസിനും ഉത്തരം കൂട്ടുകാർ തീർച്ചയായിട്ടും കണ്ടെത്തി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വൊക്കാബുലറി സെഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സ് ആണ്. പല ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സിൻ്റെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡെമോക്രസി, അല്ലേ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു തരം ഗവൺമെൻറ്റാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അതുപോലെയുള്ള മറ്റ് ചില ഗവൺമെൻറ് കാറ്റഗറീസ്, ടൈപ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടെത്തി ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുക. ടെക്നോക്രസി, സെഫോക്രസി, ക്സെനോക്രസി, ഒലിഗാർക്കി എന്നിവ ഇത് 4 പല ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റ്സ് ആണ്. ഓരോ ആളുകൾക്ക്, ഓരോ കാറ്റഗറി ഓഫ് ആളുകൾക്ക് പ്രാധാന്യമുള്ള ഓരോ ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. വളരെ ഈസി ആയിട്ടുള്ള 4 വേർഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരൊന്ന് ഉത്തരം തരാനായിട്ട് ശ്രമിക്കുക. ടെക്നോക്രസി, സെഫോക്രസി, സെനോക്രസി, ഒലിഗാർക്കി എന്നിവ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വേർഡ്സിൻ്റെയും 3 ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ശുഭാശംസകൾ.